ഏറ്റവും പ്രിയ സഹോദരങ്ങളെയും 8 നോയമ്പിന്റെ 2ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കാട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവിടെ മുൻപിൽ നിന്നും മറഞ്ഞു. വിശുദ്ധിയാൽ ഏറ്റവും പ്രിയമുള്ളവരെയും, ഈ 2ാമത്തെ ദിവസം സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഈ തിരുവചന ഭാഗം ലൂക്കോസ് 1:26 മുതലുള്ള വാക്യങ്ങൾ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു സംഭവമാണ്. നമുക്കറിയാം, നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ ആത്മാവോടി മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഈ മനുഷ്യൻ ദൈവത്തോടൊത്ത് വസിക്കണം. ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും വിശ്വസിച്ചും ആരാധിച്ചും ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്, സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും ഈ മനുഷ്യന് വേണ്ടിയാണ്. ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഇതിനെല്ലാം അടക്കി ഭരിച്ച് നീ ജീവിക്കണം. എന്നാൽ ഈ മനുഷ്യനോട് ദൈവം ആവശ്യപ്പെട്ട ഒന്നേ ഉള്ളൂ, താൻ ജീവിക്കുന്ന ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരേ ഒരു മരത്തിന്റെ ഫലം, നന്മ തിന്മയുള്ള ഫലം മാത്രം നീ ഭക്ഷിക്കരുത്. എന്നാൽ നമുക്കറിയാം, അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ കൊണ്ടോ സാത്താൻ അവരെ പരീക്ഷിച്ചത് കൊണ്ടോ അവരെ പഴം പറിച്ചു തിന്നു. ദൈവത്തിന്റെ കോപത്തിന് അവരിരയായി. വചനം പഠിപ്പിക്കുന്നതനുസരിച്ച് ഭക്ഷണം കഴിച്ച നിമിഷത്തിൽ അവർ നഗ്നരാണെന്ന് മനസ്സിലാവാൻ സാധിച്ചു. അവർ ഭയപ്പെട്ടു. അവർ ഒളിച്ചിരിക്കുന്ന കാണാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അവരെ ശിക്ഷിക്കുന്നതും ഓരോരുത്തരെയും പ്രത്യേകം ശിക്ഷിക്കുന്നതും ആ ശിക്ഷയിൽ നിന്നും അവരെ ദൈവം ആട്ടി ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം സ്വർഗം മനുഷ്യന് നേരെ കൊട്ടിയടയ്ക്കുന്നതും സ്വർഗത്തിന് കാവൽ നിർത്തുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവ മനുഷ്യ ബന്ധം എന്നേക്കുമായി അവസാനിച്ചു. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അന്യനായി, ദൈവം മനുഷ്യനെ കരുതാതായി, മനുഷ്യൻ ഭൂമിയിൽ അലഞ്ഞു നടക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ അതേ ദൈവം അതേ മനുഷ്യന് നൽകിയിരുന്ന ഒരു വാഗ്ദാനമുണ്ട്. സർപ്പത്തോട് ദൈവം നൽകിയ ശിക്ഷയ്ക്കൊപ്പം ദൈവം സർപ്പത്തോട് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ഉൽപ്പത്തിയിൽ 3 തന്നെ ദൈവം ഒരു സ്ത്രീയെ ഭാവന ചെയ്തിരുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ ആകമാകി മാറി മറിഞ്ഞു. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു വലിയ മാറ്റം. എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു, യുഗങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയക്കുന്നു. അതിനവൻ മുൻകൂട്ടി തന്നെ ഒരു സ്ത്രീയെ കൺമുൻപിൽ കണ്ടു. ആ സ്ത്രീയെ അവൻ ഒരുക്കി. ആ സ്ത്രീയെ അവൻ പാപരഹിതയായിട്ട് ജനിക്കുവാനും ജീവിക്കുവാനും അനുവദിച്ചു. ആ സ്ത്രീയുടെ സമ്മതം വേണം. നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ ആരുടെയും അപ്പനെയോ അമ്മയോ തിരഞ്ഞെടുക്കുവാൻ അവകാശം നമുക്ക് നൽകിയിട്ടില്ല.
ആർക്കും നമ്മുടെ മക്കളെ ആരെ വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവത്തിന് ഭൂമിയിലെ ഒരു സൃഷ്ടിയുടെ അവകാശം വേണ്ടി വന്നു, അനുവാദം വേണ്ടി വന്നു. ദൈവത്തിന്റെ ദൂതൻ കാവൽ മാലാഖ ഗബ്രിയേൽ മാലാഖ ഒരു പാവപ്പെട്ട കന്യകയുടെ മുൻപിൽ വന്ന് പഞ്ചപുഞ്ച മടക്കി നിൽക്കുകയാണ്. അവളെ വിളിക്കുന്ന ആദ്യത്തെ പേര് തന്നെ അതാണ്, അഭിവാദനം തന്നെയാണ്, കൃപ നിറഞ്ഞവളേ, നന്മ നിറഞ്ഞവളേ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെട്ട ഒരു പെൺകുട്ടിയെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ മകനായി തീരുവാനുള്ള ഒരു പെൺകുട്ടിയെ ദൈവം സൃഷ്ടിച്ചു. പാപം ലവലേശം തൊട്ടുതൊടാത്ത രീതിയിൽ ദൈവം അവളെ സൃഷ്ടിച്ചു. അത്ഭുതകരമായ രീതിയിൽ ദൈവം ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പിശാചിൽ നിന്നും, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വശികളിൽ നിന്നും അവളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് കൃപകൾ കൊണ്ട് നിറച്ചു, നന്മകൾ കൊണ്ട് നിറച്ചു. പ്രിയ സഹോദരങ്ങളെ, ഓർക്കണം, മനുഷ്യ ജീവിതത്തിൽ വളരെ വളരെ ചെറിയ നന്മകൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അല്പം നന്മയുള്ള മനുഷ്യരെ നമുക്ക് എന്തുമാത്രം ഇഷ്ടമാണ്. ലോകത്തിൽ മദർ തെരേസയെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മദർ തെരേസയെ അഭിനന്ദിക്കാത്ത, അനുമോദിക്കാത്ത, മദർ തെരേസയെ വണങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ജാതിപത ഭേദമന്യേ മദർ തെരേസയെ എന്തുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുന്നു? അവളിൽ ദൈവസ്നേഹത്തിന്റെ, ദൈവ നന്മയുടെ ഒരു ചെറിയ കണിക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവളായതുകൊണ്ട്, പരസ്നേഹത്തിൽ നിറഞ്ഞവളായതുകൊണ്ട് അവന്റെ പ്രവൃത്തികൾ ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കൃപ നിറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ചൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെല്ലാം കൃപകൾ അറിയാം. അത് വിശ്വാസമായാലും, പ്രത്യാശയായാലും, സ്നേഹമായാലും, കരുണയായാലും, ദയയായാലും, വിനയമായാലും, അനുസരണമായാലും, വിധേയത്വമായാലും, വിശുദ്ധിയായാലും നീണ്ടുപോകും. പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ എല്ലാം നിറക്കുടമാണ് പരിശുദ്ധ കന്യക മറിയം. അവളുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. മലാഖ വന്ന് പഞ്ചപുഞ്ചമടങ്ങി അവൾ മുന്നിൽ നിൽക്കുമ്പോൾ, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി അഭിവാദനം ചെയ്യുമ്പോൾ എത്ര ഭയത്തോട്, എത്ര വിറയലോട്, എത്രമാത്രം വിശ്വസ്തയോടെയാണ് അവൾ അവന്റെ മുമ്പിൽ നിറവേറുന്നത്. അവൻ ചൊല്ലുന്ന വാക്കുകളെ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും ആ പെൺകുട്ടിക്കുണ്ടായിരുന്നില്ല. അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം, എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുന്നവനാണ് യേശു. അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? നമുക്കറിയാം, അവളുടെ വിവാഹം നടന്നിട്ടില്ല. വിവാഹ വാഗ്ദാനം മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ ക്രൈസ്തവരുടെ ഇടയിൽ നടക്കുന്നത് പോലെ വിവാഹത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു വിവാഹ ആലോചനകൾ സംബന്ധിച്ച് ആളുകൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തും. ഒന്നാമത്തെ സങ്കടഭാവമാണ്. രണ്ടാമത്തത്, അവർ തമ്മിൽ ഒരു ഉടമ്പടി, ഒരു ഉറപ്പീരുണ്ടാക്കും. മൂന്നാമതാണ് വിവാഹം നടക്കേണ്ടത്. ഇവിടെ യൗസേപ്പ് എന്ന മനുഷ്യനുമായിട്ട് പരിശുദ്ധ കന്യക മറിയത്തിന്, ദേവാലയത്തിൽ വളർന്ന ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹ വാഗ്ദാനം മാത്രമേ നടന്നിട്ടുള്ളൂ. അവർ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല, വിവാഹം നടന്നിട്ടില്ല, ഗർഭധാരണത്തിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ മാലാഖ പറയാണ്, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. അവൾ ചോദിച്ചത്, എങ്ങനെ സംഭവിക്കും? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇതിൽ ഒന്നും ജീവിച്ചിട്ടില്ലല്ലോ. അവിടെ മനോഹരമായ ഉത്തരമാണ് കർത്താവ് കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പരിശുദ്ധ മാലാഖ വഴിയെ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്നും പിറക്കുവാൻ പോകുന്നവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഇവിടെ നമ്മൾ കാണുന്ന അതിമനോഹരമായ ഒരു ഭാഗമുണ്ട്. അവൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ദൈവത്തിന് സമ്പൂർണ്ണമായി തന്നെ വിട്ടുകൊടുക്കുന്ന, സമ്പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പാവപ്പെട്ട കന്യകയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നന്മ മാത്രമാണ്. നന്മയല്ലാതെ ഒന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടാകത്തില്ല. നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായാലും, ദുരിതങ്ങൾ ഉണ്ടായാലും, വേദന ഉണ്ടായാലും, രോഗമുണ്ടായാലും, പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രയാസങ്ങൾ ഉണ്ടായാലും, തകർച്ചകൾ ഉണ്ടായാലും, മരണം ഉണ്ടായാലും, നീ ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതി നല്ലത് മാത്രമാണ്.
സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് പാടിയതുപോലെ ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല. അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ എനിക്കും പറയാൻ സാധിക്കും, നിങ്ങൾക്കും പറയാൻ സാധിക്കും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. Behold the handmaid of the Lord. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മനുഷ്യൻ എത്ര ബുദ്ധിമാനാണെങ്കിലും, അവൻ എത്ര ശക്തിയുണ്ടെങ്കിലും, എത്ര ബുദ്ധിയുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്രമാത്രം സ്വാധീനമുണ്ടെങ്കിലും, ഈ ലോകത്തിൽ അവൻ എത്ര ഔന്നത്യമായ സ്ഥാനം വഹിച്ചാലും ഓർത്തുകൊള്ളുക, അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മനുഷ്യൻ ഭാവനകൾ ഉണ്ടാക്കുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് ഒരു മനുഷ്യൻ അവനെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ആ ദൈവത്തിന് അത് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധ കന്യകമാറിയ മാതാവിന്റെ അടുക്കൽ വന്ന് ഈ മാലാഖ പറയുന്നത് തന്നെയാണ്, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും മേലും അത്യുന്നത ശക്തി ആവസിച്ചാൽ, പരിശുദ്ധാത്മാവ് ആവസിച്ചാൽ, നമ്മെ പരിശുദ്ധാത്മാവ് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ധന്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തും വാശി കാണിച്ചും വൈരാഗ്യം കാണിച്ചും ഒക്കെ നമ്മുടെ ജീവിത ക്രമങ്ങളെ നമ്മൾ തെറ്റിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എല്ലാം പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. 127 സങ്കീർത്തനം പറയുന്നുണ്ട്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരൻ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പടിവാതിൽ കാക്കുന്നതിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അതിരാവിലെ ഉണരുന്നതും വളരെ താമസിച്ച് ഉറങ്ങുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും ഒക്കെ വ്യർത്ഥമാണ്. തന്റെ ഭക്തൻ ഉറങ്ങുമ്പോൾ തനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ഒരുക്കി വെക്കും. ഇത് വിശ്വസിക്കാൻ സാധിക്കണം. ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്. ദൈവം അനുവദിക്കുന്നുണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കുവാൻ പരിശ്രമിക്കാം. ഒരുപക്ഷെ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്, നമ്മുടെ ജീവിതത്തിന് അതീതമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്, അസാധ്യമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. എങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ ഹു ക്യാൻ ബി അഗൻസ്റ്റ് മീ. കർത്താവ് കൂടെയുള്ളവന് ആരെ ഭയപ്പെടണം? കർത്താവ് കൂടെയുള്ളവന് എന്തിനെ ഭയപ്പെടണം? ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവന്റെ ജീവിതം ധന്യമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവന് സാധിക്കും. 8 നോയമ്പിന്റെ 2ാമത്തെ ദിവസത്തിൽ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് എപ്പോഴും കർത്താവിനോട് പറയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ. ദൈവത്തിന്റെ ഇഷ്ടം അത് മാത്രം എന്നിൽ നിറവേറട്ടെ എന്നാഗ്രഹിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി മാത്രം നമുക്ക് പ്രവർത്തിക്കുവാനും പരിശ്രമിക്കാം. നമ്മുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം നടത്തിക്കൊണ്ട്, ദൈവം തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ കൽപ്പനയിലൂടെയും ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ സഭയിലൂടെയും ഈ മനസ്സാക്ഷിയിലൂടെയാണ് തിരിച്ചറിയുവാൻ മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും എനിക്കും നിങ്ങൾക്കും തന്ന് നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ.